ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കൂന്തൽ വെച്ചിട്ടൊരു തോരനാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി കൂന്തൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് സ്ക്വയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണിനേക്കാൾ കുറവ് മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി തേങ്ങയൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 7 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അധികം അരഞ്ഞു പോകാൻ പാടില്ല. ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തേങ്ങ ക്രഷ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൂന്തൽ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൂന്തൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് കുക്കായി വരുന്ന സമയത്ത് പുറത്തേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാൻ പറയുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂന്തലിന് കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാനിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇടയ്ക്കിത് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. കൂന്തൽ കുക്കായില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അധികം വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ആ സമയത്ത് സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഇത് നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. കൂന്തൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.